എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെഴുത്തുകൾ. ആ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. പെട്ടോണ്ടോ? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഈ അടുത്ത് ചെല്ലുക എന്നുള്ള പ്രയോഗം അവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം. ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഇവരിപ്പോ എവിടാ നിൽക്കുന്നേ? ചില ദൂരത്ത് നിൽക്കുക. അല്പം അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലേഖനക്കാരൻ പറയുന്നത് അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരിക. സ്തോത്രം. അവിടെ വെളിയിൽ നിൽക്കുന്നവർക്കും ഇനി അടുത്ത് വരാം. ഇവിടെ കസാരയുണ്ട്. വണ്ടിക്ക് മറഞ്ഞു നിൽക്കുന്ന മാന്യ സഹോദരന്മാർക്കും അടുത്ത് വരാം. കസാരയുണ്ട്. മനിഞ്ഞു പോന്നാട്ടെ. വാടേ അടുത്ത് വാ. ബായികാരനും ഇഞ്ഞു പോരും. അടുത്ത് വാ. അപ്പൊ ശ്രദ്ധിക്കുക, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് വാ. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ആഴമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗവും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. നിങ്ങളുടെ ഇരിപ്പും നോട്ടം കാണുമ്പോൾ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടുകയും വർത്താനം ചെയ്യുകയും ചെയ്യുമ്പോൾ അറിയാം വിശ്വാസികളാണ്. മറ്റുള്ളവര് കൂടുതൽ പക്വതയോടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ ഇത് കുറെ നാളുണ്ട് ഞോണ്ടുകയും അഭിപ്രായം പറയുകയും സ്തോത്രം പിന്നെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവകുഞ്ഞുങ്ങളാണ്. വിശേഷിച്ച് പുനലൂര്, എളമ്പല്, വെള്ളക്കുടി, കോട്ടവട്ടം, പിന്നെ അങ്ങോട്ട് ഉറുകുന്ന്, തെന്മല, വെള്ളിമല, പിന്നെ അങ്ങോട്ട് അഞ്ചൽ ഭാഗത്തേക്ക് ചണ്ണപ്പേട്ട, അഞ്ചല്, ഈ സ്ഥലത്തൊക്കെ അനേക ദൈവമക്കൾ, വിശേഷിച്ച് പുനലൂര് സത്യത്തിന്റെ സാക്ഷികളായി അനേക ദൈവമക്കളെ ആരംഭകാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ചു. അവരൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നെങ്കിലും ഈ മാർഗം ഇട്ടേച്ച് പോകാതെ ധീരതയോടെ നിന്നു. അവരാലാവും വിധം അവരെല്ലാം ദൈവത്തെ സേവിച്ചു. പിൻതലമുറകൾക്ക് നല്ല മാതൃക കാണിച്ചു. അത് പിൻതലമുറയും ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആത്മീയ പാരമ്പര്യമുള്ള, വിശേഷിച്ച് എൻ്റെ ഭാഷയാ, പെന്തിക്കോസിലും അല്പം പഴക്കമുള്ള ആൾക്കാരാ ഈ പുനലൂരും എളമ്പലും ഒക്കെ ഉള്ള ദൈവമക്കൾ. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഓടിപ്പിച്ചത് വേദപുസ്തകപരമായി നിങ്ങൾക്ക് തിട്ടവും പരിജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ ചിന്തിക്കുന്നത് ഉചിതമാണ്. എബ്രായ ലേഖനം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 10-14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ടു. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ ലേഖനങ്ങളെ നന്നായി പഠിക്കുമ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. എബ്രായ ലേഖനം തർജ്ജന ലേഖനമാകാനുള്ളതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം, എബ്രായ വിശ്വാസികൾ ഇവര് ആരംഭ സമയത്ത് വളരെ തീഷ്ണതയോടെ ഉണ്മയോടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇവർക്ക് ക്ഷീണമുണ്ടായി. ഇറങ്ങി തിരിച്ചത്, വിട്ടുപോന്നത്, ഉപേക്ഷിച്ചത്
അബദ്ധമായോ മണ്ടത്തരമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറി ഇവര് പലരും ക്ഷീണിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണം നേരിടുന്നു. അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിച്ച എബ്രായ ക്രൈസ്തവരെ, എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്ന പദമാണ്. ഏറെ നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത്. അപ്പോൾ തന്നെ ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ പുരുഷൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എല്ലാവരിലും എല്ലാറ്റിലും ശ്രേഷ്ഠനാകുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവാണ് യോഗ്യൻ. യേശു ക്രിസ്തുവാണ് ഉന്നതൻ. ഈ കാര്യം പൗലോസ് ഓരോ അധ്യായത്തിൽ കൂടിയും തെളിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ, എബ്രായ വിശ്വാസികൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്നപ്പോൾ അവരെ തർജ്ജനം ചെയ്ത്, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. എന്റെ ശൈലി ഞാൻ പറയുകയാ, പെന്തിക്കോസി വന്നത് മണ്ടത്തരമല്ല, ശ്രേഷ്ഠമേറിയ കാര്യം തന്നെ. ഇപ്പൊ ചിലർക്ക് ഒരു ചിന്തയും, ചില ആൾക്കാര് പറയാറുണ്ട്, പെന്തിക്കോസ് എല്ലാം തകർന്നത്. പെന്തിക്കോസ് ഒന്നും അങ്ങനെ ധൈര്യമല്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പെന്തിക്കോസുകാരും ഇനി അഥവാ എന്റെ ആഗ്രഹം പോകരുതെന്ന, ഇനി പെന്തിക്കോസ് വിട്ടുപോയാലും പെന്തിക്കോസിന് പോകണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ പെന്തിക്കോസ് മാർഗം വിട്ടുപോയാലും പെന്തിക്കോസിനൊരു കുഴപ്പവും വരികയല്ല. സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. അവരെല്ലാവരും പാടുകയായിരുന്നു. നിങ്ങൾ പല പാട്ടും കേട്ടോണ്ടിരിക്കുക. നമുക്ക് എല്ലാവരോടും ചേർന്ന് ഒരു പാട്ട് പാടാം. അന്ത്യകാലം വന്നടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോടെ സ്വന്ത നാട്ടിൽ പോയിടാമേ, ചന്തമോടെ പോയിടാമേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വേഗമുണർന്നു ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വേഗമുണർന്നു ഓ അന്ത്യകാലം വന്നടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുക. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ഞാന് മിക്കപ്പോഴും പറയാറുണ്ട്, ദൈവകൃപയിൽ ശരണപ്പെട്ട് പിറകെ പെന്തിക്കോസ് വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞു, ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായെന്ന്. വന്നത് മണ്ടത്തരമായി, ഈ മാർഗത്തിൽ വന്നത് പോച്ചത്തമാ, വന്നു പോയല്ലോ, അങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഭാരം നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ മാർഗത്തിലാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യോശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു.
മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ശ്രേഷ്ഠനായ മഹത്വമുള്ള തേജസ്സുള്ള മഹിമയുള്ള യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. മാരത്ത് പൊങ്കച്ച കെട്ടിയവനായി, ചുട്ടുപൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചവനായി, നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന നമ്മ ദൈവജനത്തിന്റെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവിടുന്നാണ് സകലത്തിന് ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിച്ചിട്ട് ഇടയ്ക്കൊരു പ്രയോഗം പറഞ്ഞു. മൽക്കീസദേക്കിന്റെ കാര്യം കൊണ്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുക, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, കാണാൻ കൊള്ളാവുന്നയാളാ യേശു. യേശുവിനെ കണ്ടിട്ട് ആർക്കും 5-ാം പനി വന്നിട്ടില്ല. ഞാൻ യേശുവിനെ കണ്ടത് അന്ന് മുതൽ പനിച്ചതാ. പിന്നെ പനി ഇതുവരെ യേശു പനി വരുത്തുന്ന ആളല്ല, പനി മാറ്റുന്ന ആളാണ്. കാരണം പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മായിമ്മയ്ക്ക് പനി. യേശുവിനെ കണ്ടാരും പനിക്കത്തില്ല. പനിയുള്ളിടത്ത് യേശു വന്നാൽ പനി മാറും. യേശുവിനെ കണ്ട ആരും വെപ്രാളപ്പെട്ടിട്ടില്ല. അവിടുത്തെ കണ്ടവർക്കെല്ലാം അനുഗ്രഹവും ആശ്വാസമാണ്. ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്നാണ് സകലത്തിലും ശ്രേഷ്ഠൻ. ഇവൻ അത്ര മഹാനെന്ന് നോക്കുവിൻ. വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, ഭാവികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഏറ്റവും ശ്രേഷ്ഠനായ നസ്രയനാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. TKS പാടിയ പാട്ട് പാടുന്നില്ല, പാടിയ ആ വരിക്കകത്ത് ഒരു പ്രയോഗമുണ്ട്, കലുക്ഷത ലേശം കാണുന്നില്ലെന്ന്. കലുക്ഷത ലേശം കാണുന്നില്ലേ മനുഷ്യനിലം നുര ചെയ്തു താൻ, മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിയൽപുതം. കല്ലുക്ഷതലേശം കാണുന്നില്ലേ മനുഷ്യനിലം നുര ചെയ്തു താൻ, മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയൽ. യാതൊരു കലുഷതയും യേശുവിനില്ല. യേശുവിന്റെ ശ്രേഷ്ഠത ദിവ്യ സ്വഭാവം. ഞാൻ പറയാറുണ്ട്, നമ്മളെല്ലാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ അവിടുത്തെ പോലെ എന്നെ ആക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നാഗൽ സാഹിബിന്റെ വളരെ ഈടുറ്റ ഗാനമാണ്, യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേപോലെ ആക്കണം. മുഴുവൻ സാഹിബ് പാടിയത്, ഇനി മുഴുവനായില്ലെങ്കിലും കുറച്ചെങ്കിലും ആകുന്നത് നല്ല. നമ്മളെല്ലാവരും നോട്ടോ വരുമ്പം കണ്ടിട്ട് മുഴുവനാകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, കുറച്ചെങ്കിലും. എന്നാലും ഇത്രയും പേര് വന്ന് കൂടിയല്ലോ. പാസ്റ്ററിനോട് പറഞ്ഞു, ഇന്നലെ മഴ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല, ഉള്ളതാട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഒക്കുന്നെങ്കിൽ ഓടിടാ, ഇല്ലെങ്കിൽ ഓലയിടാന്ന് പറഞ്ഞ പോലെ ഉള്ളതാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ പോലെ ആക്കണം മുഴുവൻ. യേശുവിന്റെ ദിവ്യ സ്വഭാവം നിങ്ങൾക്കറിയാം. ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ, അവിടുത്തെ ദിവ്യ സ്വഭാവം. അതിന് 1-2 പ്രത്യേകത. കിദ്രോനോട് കടന്ന ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ തീവട്ടിയും പന്തവും വാളും വടിയുമൊക്കെ ആയിട്ട് മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യൂദ ഒറ്റിക്കൊടുത്ത് ചുംബിപ്പാൻ അടുത്ത് വരികയാണ്. ആ ചുംബിക്കാൻ വന്ന യൂദായെയും യേശു വിളിച്ചത് എന്തുവായിരുന്നു? നമ്മള് യൂദായുടെ ആളല്ലല്ലോ, സ്നേഹിതാണ്. അല്ല, യേശുവിന്റെ ദിവ്യ സ്വഭാവം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. 3.5 വർഷം കൂടെ നടക്കുകയായിരുന്നു. 3.5 വർഷം നടന്നതിന് ശേഷം ആ പുള്ളി ഒറ്റിയത്. നമുക്കും ഇതുണ്ടാകും. കൂടെ നടക്കുന്നവരായിരിക്കും നമ്മളെ കൂടുതൽ മിണ്ടുന്നില്ല. അല്ല, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടായി പറയുന്നത്.
സ്തോത്രം. കൂടെ നടക്കുക. അപ്പൊ ഈ മഹാപുരോഹിതന്മാർക്കും ആൾക്കാർക്കും തർക്കം എല്ലാം ഒരു പോലൊക്കെ ആയിരിക്കുന്നത്. അപ്പൊ ചേട്ടാ ഞങ്ങള് രാത്രി ആളും മടിയായിട്ട് വരുമ്പം ആള് തെറ്റിയല്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഉമ്മ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഉമ്മ കൊടുക്ക, ഞാൻ ഏവനെ ചുംബിക്കും അവനായിരിക്കും, തെറ്റിപ്പോകരുത്. അത്ര തിട്ടമായിട്ടാണ് ഒറ്റിക്കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒറ്റിക്കൊടുക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം സ്നേഹിത എന്നാണ് വിളിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക് ആ ഒരു സ്വഭാവം ജീവിതത്തിൽ പകർത്തണം. നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവര് കാണും, ഉപദ്രവിക്കുന്നവര് കാണും, ചതിക്കുന്നവര് കാണും, വഞ്ചിക്കുന്നവര് കാണും. അങ്ങനെയുള്ള രംഗങ്ങളും വിഷയങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ വചനത്തെ കൂട്ടുപിടിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ചേർത്ത് പറയാം, മൗനമായിട്ടിരുന്നോണം. ഒക്കുന്നെങ്കിൽ ഇത്രോ പറയാവുള്ളൂ, സ്നേഹിത പറഞ്ഞു വിട്ടേക്കണം. പക്ഷെ ഒരു കാര്യം പറയാം, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് ഉയർത്തു വരും. കർത്താവ് അത് കണ്ടതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അവിടുന്ന് സർവജ്ഞാനിയല്ലേ, അവിടുന്ന് ദൈവമാണ്. അവിടുത്തേക്ക് അറിയാം ഇവനിപ്പോ ഒറ്റക്കൊടുത്താൽ എടാ അവനെ പിടികടാ കണ്ടിക്കടാ എന്ന് പറഞ്ഞാൽ ഉയർപ്പിന് തടസ്സം വരും. പിന്നെ ആ വിഷയത്തിൽ അങ്ങ് പോകും. അവനെ പിടിച്ചു, അവന്റെ ഫോട്ടോ വാട്സപ്പിൽ ഇട്ടു, പിന്നെ അത് ഫേസ്ബുക്കിലിട്ടു, പിന്നെ അതിന് കമന്റ് ഇട്ടു, പിന്നെ അവനെ പറ്റി അവന്റെ ഡീറ്റെയിൽ എല്ലാം ഇവൻ എവിടുത്തുകാരനാണ്, ആരുടെ മോനാണ്, ഏത് മോനാണ്, എത്ര നാളായി യേശുവിൻ്റെ കൂടെ കൂടി, ഇവൻ സി എക്കാരനാണോ അതോ ബി എക്കാരനാണോ? കാരണം സി എ ആകാനാ സാധ്യത ഇല്ലേ? എൻ്റെ അഭിപ്രായമാണ് സി എ ആകാനാ നമ്മുടെ പോലീസ് അധികാരികളല്ല, സി എ ഇവന് ചാർട്ടേഡ് അക്കൗണ്ടാണ്. കാരണം പെട്ടെന്ന് ആ സഹോദരി കൊണ്ടുവന്ന് ആ പിന്നെ തൈലം അങ്ങോട്ട് ഒഴിച്ചുടനെ പുള്ളി പെട്ടെന്ന് കണക്കൂട്ടി കഴിഞ്ഞ് 300 വെള്ളിക്കാശിനൊക്കെ വന്നു. മണമടിച്ചപ്പോൾ കണക്ക് കൃത്യം പറഞ്ഞവനാ, അത്രയ്ക്കും എടുക്കനാ. തൈലത്തിന്റെ മണവേ ഇവിടെ നിങ്ങളതും ആ ഭാഗം ഒന്നും വായിച്ചിട്ടില്ലേ? സ്വച്ഛജടമാംശ തൈലം അങ്ങോട്ട് കൊണ്ട് ഒഴിച്ചുടനെ മുഴുവൻ സൗരഭ്യം പകർന്നു. അന്നേരം യൂദ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഓ ഇത് പാഴ്ചല്ല, 300 വെള്ളിക്കാശ്. അത്ര തിട്ടമായി ഇവന് കണക്കില്. അതുകൊണ്ടായിരിക്കാം കർത്താവും സാഞ്ചി അവന്റെ കയ്യിൽ തന്നെ കൊടുത്തത്. സാഞ്ചി കൊടുത്തപ്പോഴും കർത്താവിന് ഇവനെ നിന്ന് അടിച്ചു മാറ്റുമെന്ന്. അവിടെ ഓഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ യേശുവിനും ശിഷ്യന്മാർക്കും. നമുക്കല്ലേ വർഷാവസാനം അത് വായിക്കുമ്പോൾ എങ്ങാനും 50 രൂപ കുഞ്ഞുഞ്ഞു കൊടുത്ത് 50 എഴുതിയിട്ടില്ല, കുഞ്ഞുഞ്ഞും പെമ്പളയും പ്രശ്നം ഉണ്ടാക്കും. അവിടെ അതൊന്നും ഇല്ല. അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുത്തേക്ക് എല്ലാം അറിയാം. അത് എൻ്റെ വിഷയമല്ലാത്ത കൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഈ വിധത്തിലെല്ലാം ഉപദ്രവിച്ച് അവിടുത്തെ ഒറ്റിക്കൊടുത്ത് ചുംബിച്ച് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും യേശുവിന്റെ ദിവ്യ സ്വഭാവം സ്നേഹിത. മാത്രമല്ല, ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ആ ഭാഗത്ത് ഒത്തിരി ഉണ്ട് വിശേഷത, സമയത്തിന്റെ പരിധി കൊണ്ടാ ആ ഭാഗത്ത് പറഞ്ഞത് കൊണ്ടാ. രണ്ടാമത്തെ വിശേഷത, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അടത്തു. ഒറ്റവെട്ട്. എനിക്ക് തോന്നുന്നു പെടലിക്ക് എങ്ങാണ്ടാ വെട്ടിയത്. തിരിയോങ്ങാണ്ട് ചെയ്തപ്പോൾ പണ്ട് CP-യുടെ അറിയാമല്ലോ, പെടലിക്ക് എങ്ങാണ്ട് വെട്ടിയതാ. സ്തോത്രം. അപ്പൊ ഈ കാറ് താഴെ വീണ് ആ
വന്നവൻ വേദന കൊണ്ട് പിടയ്ക്കുക. വന്നവൻ ആരാ? യേശുവിനെ ഉപദ്രവിക്കാൻ വന്നതാ. ന്യായമായി പറഞ്ഞാൽ യേശുവിന്റെ ശത്രുവാ. അവിടുത്തെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കാൻ വന്നവരാ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ശത്രുവാ. ആ ശത്രുവിന്റെ കാത് അറത്ത് കാത് താഴെ വീണ് അത് പിടയ്ക്കുന്നു. ഇവൻ വേദന കൊണ്ട് പൊളയുന്നു. അങ്ങനെ ചിന്തിച്ചു. ഞാനോ നിങ്ങളോ വല്ലതും ആ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ, ആ സന്ദർഭത്തിലുണ്ടായിരുന്ന നമ്മുടെ മനോഗതി എങ്ങനെയാ? ഇങ്ങനെ അന്നോടാ വെട്ടുന്നത്. പെടല് നോക്കി വെട്ടാണ്ടറിയാൻ മേലെ കറിയാച്ചൻ്റെ കൊടുക്കണ്ടേ? വെട്ടാൻ നടക്കും. പിന്നെ നമുക്ക് ഒത്തിരി അഭിപ്രായമൊക്കെ പറയും. യേശു അവിടുത്തെ ദിവ്യ സ്വഭാവം ചെയ്തില്ല. തന്നെ ഉപദ്രവിക്കുവാൻ, പിടിക്കുവാൻ, മുടിച്ചു കളയുവാൻ വന്ന ശത്രു അവൻ വേദനിച്ചപ്പോൾ അവന്റെ വേദന കണ്ട് യേശു ആ വേദന മാറ്റി. ആ കാതെടുത്ത് അന്നേരം ഫിറ്റ് ചെയ്ത്. നിങ്ങളെല്ലാവരും വള്ളം മുങ്ങിപ്പോയതുപോലെ സങ്കടപ്പെട്ടു. സ്വഭാവം വലിയ താല്പര്യമില്ലായിരിക്കും. നമുക്ക് അവന്റെ പെടലി എടുക്കുന്നതാ. അവന്റെ കൊടുത്തു ഗ്ലോറി, അങ്ങനെ വേണേ നിങ്ങൾ പറയുമായിരുന്നു. പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. അവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ തന്നെ ഉപദ്രവിക്കുവാൻ, പിടിക്കുവാൻ വന്ന ആ ശത്രുവിന്റെ വേദനയ്ക്കൂടെ പരിഹാരം വരുത്തിയവനാ ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിന്റെ ആ സന്ദർഭം കൂടെ മനസ്സിലാക്കണം. യേശു ക്രിസ്തു ആ സന്ദർഭത്തിൽ ആ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാര് ഭാരം കൊണ്ട് ഉറങ്ങി. അവിടെ ഒരു പ്രയോഗം എഴുതിയിട്ടുണ്ട്. ഈ വരുവാനുള്ള കഷ്ടാനുഭവങ്ങളെല്ലാം കൂടെ മനസ്സിലാക്കിയ ഈ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. മാത്രമല്ല അവിടെ ഒരു പ്രയോഗം എഴുതിയിരിക്കുന്നത് അവിടുന്ന് പ്രാണവേദനയിലായി. അവിടുന്ന് പ്രാണവേദനയോടെ നിൽക്കുമ്പോൾ ആ മറ്റൊരുത്തിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയത് അതാ യേശു. നമുക്ക് പ്രാണവേദനയൊന്നും വേണ്ട, ഒരു അല്പം വേദന മതി. അപ്പം വേറൊരു വേദനക്കാരൻ വന്ന ഞാൻ വേദനപ്പെട്ടിരിക്കുമ്പോൾ തൻ്റെ വേദന പൊക്കോണം. അവിടുന്ന് പ്രാണവേദനയോടെ ആയ സമയത്തും ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനാ ക്രിസ്തു. ആ ദിവ്യ സ്വഭാവം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വന്നാൽ നമ്മൾ ധന്യരായി. ആ ചിന്താഗതി കൊണ്ട് നമുക്ക് ആ പാട്ടിന്റെ വരി അറിയാവുന്നൊരു പാടണം. യേശുവേ നിന്റെ രൂപം ഈ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം, യേശുവേ നിന്റെ രൂപം ഈ എന്റെ കണ്ണു ശിഷ്യനാകും എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകും എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ ദിവ്യ സ്വഭാവം, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. ഈ കൺവെൻഷനിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ കേൾക്കുന്നവർക്ക് ദൈവം കൃപ നൽകട്ടെ. നമുക്കെല്ലാം കൃപ നൽകട്ടെ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ഒറ്റുന്ന ചതിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പൊ യേശുക്രിസ്തു, എൻ്റെ അഭിപ്രായമാണ്, യേശുക്രിസ്തു ഈ സമയത്തൊന്നും ഉടക്കാഞ്ഞതും എതിർക്കാഞ്ഞതും കർത്താവ് ദൈവമായി എന്തും ചെയ്യാം. ശാന്തമായിട്ടിതെല്ലാം സഹിച്ചു. അവിടുത്തെ ദിവ്യ സ്വഭാവം അവിടുത്തെ നന്നായിട്ട് ഉപദ്രവിച്ചു. ചാട്ടവാരം കൊണ്ട ഘോരമായ പ്രകരം. വേറെ പഠിതാക്കളും ചരിത്രകാരന്മാരും ഒക്കെ അത് പഠിച്ച് അറിഞ്ഞവര് പറഞ്ഞിരിക്കുന്നത്,
ഈയക്കട്ടയും ഉൾക്കൊളുത്തും ചൂണ്ടലും ഒക്കെയുള്ള ചാട്ട, കുതിരയുടെ തോല് നാരായി കീറി പിരിച്ച് അതിന്റെ അറ്റത്തെല്ലാം കൂട്ടിക്കെട്ടി അതുകൊണ്ട് അടിക്കുന്നതാണ്. അടിച്ച് പറിക്കുമ്പോൾ മാംസം അവിടുത്തെ തിരുമേനി മാംസം ഇറുന്ന് വരിക. അതെല്ലാം അവിടുന്ന് കെട്ടപ്പെട്ടവനായി കുനിയപ്പെട്ടവനായി നിൽക്കുമ്പോൾ അവിടുത്തെ മുതുകത്തെ അടിക്കുന്നത്. സങ്കീർത്തനക്കാരൻ അത് കണ്ട് ആത്മാവിൽ എഴുതി, അവിടുത്തെ മുതുക് ഉടവചാല് പോലെ നീളത്ത് കീറി. ഈ അടി ഏൽക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറുന്ന് ശരീരത്തിൽ നിന്ന് മാറുമ്പോഴും തന്നെ അടിച്ച് ഉപദ്രവിച്ച ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. മുഖത്തെ രോമം ചവണ കൊണ്ട് പിടിതെടുക്കുക, രക്തം ഒലിക്കുന്നു, നീര് വെച്ച് വീർത്ത് വികൃതമാകുന്നു. ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. മുൾക്കിരീടം കൊണ്ടുവന്ന് അവിടുത്തെ തലയിൽ അടിച്ച് ഇറക്കി. അപ്പൊ ഒറ്റ വാങ്ങി പറഞ്ഞ തന്നെ അടിച്ച് ഉപദ്രവിച്ച് കാർക്കിച്ചു തുപ്പി. അത് ചുമ്മാ തുപ്പല്ല, കരുതിക്കൂട്ടിയുള്ള തുപ്പല്ല, കാർക്കിച്ചു തുപ്പുന്ന കരുതിക്കൂട്ടിയാണല്ലോ. ചുമ്മാ നമ്മൾ തുപ്പും, അത് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങൾ ഉപദേശിമാര് പ്രസംഗിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചുങ്ങൾ മുഴുവൻ കുളിക്കുക. കരുതിക്കൂട്ടി അല്ലല്ലോ അല്ലേ? സ്പ്രേ ചെയ്യും പോലെ. അതുകൊണ്ട് ഇപ്പൊ കൊച്ചുങ്ങളെല്ലാം ദൂരെയാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ, അത് കരുതിക്കൂട്ടിയല്ല. ചില സ്ഥലങ്ങളിൽ കൺവെൻഷനൊക്കെ ചെന്നാൽ മൈക്ക് എടുക്കാനൊക്കെ അങ്ങ് നാറ്റമാണ്. കാരണം എന്നെയും കൂടെ ഞാനാ ഒന്നാം പ്രതി. പാസ്റ്റർമാരെല്ലാം ചാസിക്കുകയും പലിശിക്കുകയും എല്ലാം ഇതിനകത്തുകൂടാ. ഈ പലിശിച്ചുള്ള തുപ്പലുമെല്ലാം ഇതിനകത്ത് വീണ അങ്ങ്. ഇപ്പൊ ഇത് കുഴപ്പമില്ല, എനിക്കൊന്ന് 2-ാം ദിവസം കണ്ട് വലിയ ആട്ടും തുപ്പൊന്നും വന്നിട്ടില്ല. 5-6 ദിവസമാണെങ്കിൽ മിക്കവാറും ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പൊ അത് കരുതിക്കൂട്ടിയുള്ളതല്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കരുതിക്കൂട്ടിയെ കാർക്കിച്ചു തുപ്പി ദുർഗന്ധം ഉണ്ടാകും. അതെല്ലാം അവിടുന്ന് സഹിക്കുക. വേറൊരു പ്രയോഗമുണ്ട്, പരിഹസിച്ച് തീർന്ന ശേഷം. അങ്ങനെ എഴുതിയേക്കുന്നത്, പരിഹസിച്ച് തീർന്ന ശേഷം. അപ്പം പറയാവുന്നവന്റെ പരമാവധി പറഞ്ഞു. സ്തോത്രം. നമ്മളെ പറ്റി പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ആൾക്കാരും ഇനിയും വല്ലതും ഉണ്ടോ എന്ന് അവിടുത്തെ പറ്റി മുഴുവൻ പറഞ്ഞു തീർത്തു, പരിഹസിച്ചു തീർന്ന ശേഷം. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതെല്ലാം അനുഭവിക്കുമ്പോഴും തന്നെ അടിച്ച് ഉപദ്രവിച്ച റോമൻ പടയാളികളെ ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. ഞാനോ നിങ്ങളോ വല്ലതും ആയിരുന്നെങ്കിൽ ഓരോ അടിക്കും നമ്മൾ പറയും, ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനെന്ന് ഉയർത്തോട്ട് അതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ചാകാനും അടക്കപ്പെടാനും ഉയർക്കാനും വന്നതുകൊണ്ട് ഇപ്പം ഞാനൊന്നും മിണ്ടുന്നില്ല. 3 ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനൊക്കെ ഞാൻ നീ അല്ല മേലത്തേതിലെ കുഞ്ഞുഞ്ഞിൻ്റെ മോനല്ലേ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയനല്ലയോ കറിയാക്കുട്ടി, അതിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളായിരുന്നു അതെല്ലാം വിളിച്ചു കൂവിയാനും. യേശു ഒന്നും വേണ്ടിയില്ല, അതെല്ലാം ശാന്തമായിട്ട് സഹിക്കുക. അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന്റെ വേറൊരു വിശേഷത നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ടല്ലോ. വായിച്ചേ പെട്ടെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ച് സഹായിക്കാമോ പെട്ടെന്ന്? സഹോദരിമാരാരും പെട്ടെന്ന് വായിക്കുമോ? ആരാന്നോ വായിക്കുന്നത്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും. അപ്പൊ എല്ലാം തിരുവെഴുത്ത് പറഞ്ഞതുപോലെ. അതുകൊണ്ട് അവിടുന്ന് ഒന്നും പ്രതിഷേധമൊന്നും കാണിച്ചില്ല, ശാന്തമായിട്ട് സഹിക്കുക.
ഞാനോ നിങ്ങളോ ആരെയും ഉപദ്രവിച്ച് ആക്ഷേപിച്ച് പഠിച്ച് തുപ്പി പരിഹസിച്ച് അടിച്ചവരെ ഭീഷണിപ്പെടുത്തും. യേശു ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. മാത്രമല്ല, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത മൂന്നാം ദിവസം തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. അവിടുന്ന് ഉയർത്തിട്ടും തന്നെ ഉപദ്രവിച്ച് ആരുടെയും മുന്നിൽ യേശു ചെന്നില്ല. മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തിട്ട് ഉപദ്രവിച്ച് പഠിച്ച് ആക്ഷേപിച്ച് ആരുടെയും മുന്നിൽ യേശു ചെന്നില്ല. കാരണം പറയാം, ചെന്നാൽ അവര് പേടിക്കും. മൂന്നാം ദിവസം രാവിലെ അടിച്ച റോമൻ പടയാളുടെ മുന്നിൽ യേശു അനങ്ങാതെ പോയി നിന്നിരുന്നല്ലോ, അവൻ അറ്റാക്ക് വന്നിയത്തേനും. ഞാനോ നിങ്ങളോ ആരുന്ന സൂക്ഷം അങ്ങോട്ടേ ആദ്യം ചെല്ലുവുള്ളൂ, ഇല്ലേ? നമ്മൾ പറയത്തില്ലേ, ഈ കൺവെൻഷൻ എന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, യോഗ വന്ന് യേശു ആരുടെയും മുന്നിൽ ചെന്നില്ല. ഞാനോ നിങ്ങളോ വല്ലോ ആയിരുന്നെങ്കിലേ ഉയർത്താൽ ആദ്യം ചെല്ലുന്നത് ഹെരോദാവിന്റെ പാലസിന്റെ അവിടെ കാറേ ചെന്ന് ഹോൺ അടിച്ചേച്ച് പമ്മി അതിനകത്തിരിക്കും. ഹെരോദാവ് രാവിലെ നോക്കുമ്പം നമ്മൾ അവിടെ ഇരിക്കുന്നു, അയാള് മേളിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യും. അങ്ങനെ പോലും യേശു ആരെയും ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ, അത് അവിടുത്തെ ദിവ്യ സ്വഭാവം. കൈയടിച്ചൊരു പാട്ട് പാടിക്കുക. യേശു നല്ലവൻ, എന്നേക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ, എന്റെ യേശു നല്ല, ആമേൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു യേശു, എന്റെ യേശു നല്ല. ഓ മുൻപിലും പിറകിലും നടന്നു കാവല, മേഘമൊന്നെനിക്കുമേൽ വിധിച്ചു സ്നേഹം, നീണ്ട മരുഭൂമിയിലുള്ള കയ്യിൽ താങ്ങിടും. യേശു നല്ല, എന്റെ യേശു നല്ല, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടുന്ന. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, എന്റെ യേശു, എന്റെ യേശു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. അവിടുന്നാണ് ശ്രേഷ്ഠൻ, അവിടുന്നാണ് യോഗ്യൻ, അവിടുന്നാണ് മഹത്വമുള്ളവൻ. അപ്പൊ ഓരോ അധ്യായത്തിലും പൗലോസ് യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് കൊണ്ട് തെളിയിക്കുക. ഇതുപോലെ യോഗ്യനായ ഉന്നതനായ വേറൊരുവനില്ല. ഞാൻ എപ്പോഴും പറയും, ഈ ആയുസിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യോഗ്യനായ ശ്രേഷ്ഠനായ ഉന്നതനാകുന്ന യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ സേവിപ്പാൻ, യേശുവിനെ ശുശ്രൂഷിപ്പാൻ, ഈ മാർഗത്തിൽ വരുവാനിടയായ ഏറ്റവും വലിയ ഭാഗ്യം. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ. അതെ, ഓരോ അധ്യായത്തിലും ഓർപ്പിച്ചല്ലോ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിച്ചു. ഇവിടെ 10-ാം അധ്യായമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനെന്ന പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാനുഗത്യത്തിന്മേലൊരു മഹാപുരോഗതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർബലസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളയ്ക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ശ്രദ്ധിക്കുക, അടുത്ത് ചെല്ലുക എന്നുള്ള ആ പ്രയോഗം വന്നിരിക്കുന്നത് കൊണ്ട് ഓർക്കുക, ഈ ലേഖനം എഴുതുന്ന സമയത്ത് എബ്രായ വിശ്വാസികൾ അകന്നു നിൽക്കുക. ദൂരെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നത് കൊണ്ടാണല്ലോ പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുന്നത് അടുത്ത് ചെല്ലാൻ, അടുത്ത് വരിക. അപ്പൊ ഇതിന് മറുവശം ഞാൻ ഓർപ്പിച്ചു, ആരംഭകാലത്ത് എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും
അടുത്ത് നിന്നവരാ. എങ്ങനെ? യേശുവിനോട്, സഭയോട്, കൂട്ടായ്മയോട്, ഈ മാർഗത്തോട്, ഈ കൂടിവരവോട് വളരെ ഒട്ടി നിന്നവർ, അടുത്ത് നിന്നവരാണ് ഇപ്പോൾ അകന്നിരിക്കുന്നത്. അപ്പൊ ആരംഭകാലത്ത്, ആരംഭ ദിശകളിൽ ഇവരെല്ലാവരും ഈ മാർഗത്തോട് അടുത്ത് നിന്നവരാ എന്ന് പറഞ്ഞാൽ, ഇറങ്ങിയ കാലത്ത്, ആരംഭകാലത്ത് നല്ല തീഷ്ണതയാ. നമ്മളും അങ്ങനല്ലയോ? പലരും ഇറങ്ങിയ കാലത്ത് എന്തോ തീഷ്ണതയാ. അന്നൊക്കെ പെന്തിക്കോസ്ത് പറഞ്ഞ സമയത്ത് കൈയൊക്കെ വീശി അടിക്കുക. ഇപ്പം പിന്നെ അങ്ങനല്ല. ഇപ്പം ഇങ്ങനെ വേണ്ട വേണ്ട അധികം ഒന്നും വേണ്ട, ആ ഒരു പരുവത്തിലായി നമ്മൾ. പണ്ടൊക്കെ ഒരു സ്തോത്രം പറഞ്ഞാൽ അങ്ങ് മുക്കിന് കേൾക്കാം. ഇപ്പം അടുത്തിരിക്കുന്നവർ പോലും കേൾക്കുകയല്ല. ഈ പാമ്പ് ചീറ്റും പോലെ നമ്മളോർക്ക് മൂർഖം പാമ്പ് ലോകത്തിനിടെ കയറി. മാത്രമല്ല, ഇനി ഇതിനകത്തിരുന്ന് ആരെങ്കിലും ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ മുഴുവൻ ആൾക്കാർ നോക്കിഞ്ഞ് അതിന് പുള്ളി ഏതാ. നിങ്ങൾ ഇടയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞ് മുഴുവൻ ആൾക്കാർ ശ്രദ്ധിക്കും. ഏതാ? ആരംഭകാലത്ത് ഇവരെല്ലാവരും ഈ മാർഗത്തിൽ അടുത്ത് നിന്നവരാ. ഞാൻ പറയാറുണ്ട്, പണ്ട് 2 പെന്തിക്കോസ്തുകാർ എവിടെ വെച്ചാലും കണ്ട ഹല്ലേലൂയ അവരൊക്കെ പറയും. അത് വണ്ടി വെച്ച് കണ്ടാലും, വഴി വെച്ച് കണ്ടാലും, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടാലും, വഴി നടന്ന് പോകുമ്പോഴാണെങ്കിലും, കല്യാണ വീട്ടിലാണെങ്കിലും, മരണ വീട്ടിൽ പിന്നെ അത്രയും ശബ്ദം എടുക്കുകയല്ല, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ്. എന്നാലും എവിടെ വെച്ച് കണ്ടാലും പഴയ പെന്തിക്കോസ്തുകാര്, നല്ല ഉശിരുള്ള പെന്തിക്കോസ്തുകാർ, ഹല്ലേലൂയ. ഒരു പെന്തിക്കോസ്തുകാരൻ അപ്പുറത്തെ സൈഡിൽ കൂടെ, റോഡിനപ്പുറേ ഒരു പെന്തിക്കോസ്തുകാരൻ, ഹല്ലേലൂയ. അന്ന് ഇന്നോ? ഇന്ന് അവൻ ഇങ്ങോട്ട് വരുന്ന പെന്തിക്കോസ്തുകാരെന്ന് കണ്ടാണ് നമ്മളാണ് തെക്കോട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കും. അവൻ പോയി കഴിയുമ്പം മാല കണ്ണിട്ട് അവനും മിടുക്കന, അവനും ആ സമയത്ത് ഇങ്ങോട്ട് നോക്കും. അപ്പൊ പിന്നെ നേർക്ക് നേരെ ആയപ്പോഴേക്ക് എല്ലാരും അങ്ങ് ചെറുതുരുത്തി നിന്ന് വന്നതാ. ഏതാ? കലാമണ്ഡലം. അവിടെ ആണല്ലോ മുഴുവൻ മുദ്ര. അവിടെ ആ മുദ്ര മുഴുവൻ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാ എബ്രായ ക്രിസ്ത്യാനികൾ. ഇവരുടെ തീഷ്ണതയുടെ തെളിവ് 2 വാക്യം വായിച്ചോ. എല്ലാ വാക്യവും എടുപ്പിക്കാൻ നേരമില്ല, നിങ്ങൾക്ക് അറിവുള്ളതാ, ഒന്നുകൂടെ ഓർപ്പിക്കുക. തീഷ്ണതയുടെ തെളിവ് 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവെഴുത്തുകൾ വായിച്ചേ. ചടിയിടാന്ന് വായിക്കണം, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, പ്രകാശനം എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവാണ്. അവിടുന്ന് മാത്രം ആ സാക്ഷാൽ വെളിച്ചം. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ആരും മെഴുകുതിരി ഒന്നും കൊണ്ട് കത്തിക്കണ്ട, അവിടുന്ന് വെളിച്ചമാണ്. മിശിക ഇരുട്ടത്തിരിക്കുക, എന്നാൽ 2 തിരി ഇരുന്നോട്ടെ. നിനക്ക് പിന്നെ വെട്ടം കണ്ട് വീട്ടോട്ട് പോകണ ഒരു തിരി കൈയിരിക്കുന്നത് നല്ലതാ. യേശുവിന് വേണ്ട. യേശുവിനൊരു എമർജൻസി ലൈറ്റ്, അതിനകത്ത് ഒന്ന് തെളിയുന്നുമില്ല, ഒന്ന് യേശുവിന് ഇതിന് ആവശ്യമില്ല. അവിടുന്ന് വെളിച്ചമാണ്. സ്തോത്രം. അവിടുന്ന് വെളിച്ചമാണ്. സൈമൺ സാറ് പാടിയൊരു പാട്ടുണ്ട്, രാവിലെ പാടുന്നതാ. ഇപ്പൊ അങ്ങനെ രാവിലെ പാട്ട് മിക്കടത്തും ഇല്ലല്ലോ, അതുകൊണ്ട് പാട്ടും അറിയത്തില്ല. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ഞങ്ങള് ഇണങ്ങി വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇണങ്ങുമ്പം നമുക്ക് യോഗം തീരും. അപ്പോൾ എന്നാലും ഒക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
അപ്പോൾ അവിടുന്നാണ് സാക്ഷാൽ വെളിച്ചം. ഞാനിപ്പോ ഈ പാട്ട് പാടിയപ്പം പന്തലിൽ ഇരിക്കുന്നവർ ചിന്തിക്കും, രാവിലെ പാടുന്ന പാട്ട് ഇങ്ങനെ ഈ പാതിരാത്രിക്ക് അല്ല. നമുക്കിപ്പം അമേരിക്കൻ സൈഡിൽ അവർ രാവിലെ പാടിക്കോളും. അവത്തങ്ങളും രാവിലെ പാടാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. അങ്ങനെയുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ അവർ ഇരുന്ന് പാടട്ടെ. വെളിച്ചത്തിൻ കത്തിരുകൾ വിളങ്ങും ഈ സമയത്തു, വെളിച്ചത്തിൻ കത്തിരു വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം, വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. പാടാൻ നേരമില്ല. അപ്പോൾ സാക്ഷാൽ വെളിച്ചമായ യേശുക്രിസ്തു, യേശുക്രിസ്തു ഇരുണ്ട ഭവനത്തിൽ വന്നാൽ ഭവനത്തിന്റെ മുഖച്ഛാമായ ഭവനത്തിൽ വെളിച്ചം തൂവും. യേശുക്രിസ്തു ഇരുണ്ട ആ സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ്. അന്ധകാര നിബിഡമായ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും സാമ്രാജ്യങ്ങളിൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു വന്നത് കൊണ്ടാണ് അവ മുഴുവൻ പ്രകാശപൂരിതമായത്. എപ്പോഴും ഞാൻ പറയുന്നത്, ആ സന്ദർഭം എന്ന് ഒന്നുകൂടെ പറയാം, കേരളക്കരയും അല്ല ഇന്ത്യ രാജ്യം അല്ല ഈ ലോകം മുഴുവൻ എന്തോ ഒരു അന്ധകാരമായിരുന്നു. കേരളത്തിൽ കൊച്ചു കേരളം എടുത്ത് കാച്ചിക്ക പോലെ പരുവത്തിന് കിടക്കുക. എന്തോ ഒരു അന്ധകാരമായിരുന്നു. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാ, പട്ടിക്ക് വഴി കൂടെ പോകാൻ മനുഷ്യന് പോകാൻ മേലായിരുന്നു, അന്ധകാരമല്ലായിരുന്നു. പട്ടിക്ക് വഴി കൂടെ. ഇന്നാളെ ഒരാളെന്നോട് പറഞ്ഞ്, അങ്ങനെ പറയരുത്, പട്ടിയെന്ന്. പട്ടിക്ക് വഴി കൂടെ പോകാൻ മനുഷ്യന് പോകാനൊക്കത്തില്ല. നടറോടെ. ഇപ്പോഴല്ല, ഒരു 100 കൊല്ലം മുമ്പ് ഇതുപോലത്തെ വെളുത്ത തുണി ഇട്ടുകൊണ്ട് ചിലർക്ക് യാത്ര ചെയ്യാനോ ധരിക്കാനോ ഒക്കത്തില്ല. ഞാൻ അന്ന് ഇപ്പോൾ ഒരു 5-6 മീറ്റർ അങ്ങ് എടുക്കുക. സ്തോത്രം. അതിന്റെ കേടുകൂടെ അങ്ങ് തീരട്ടെന്ന് ഓർത്താ. പണ്ട് കാലത്ത് ഒക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, ഒന്നിച്ച് ഇരിക്കാൻ അനുവദിക്കത്തില്ല. സ്കൂളിലെ ഒരു ബെഞ്ചിൽ എല്ലാവർക്കും ഒന്നും ആശുപത്രി കയറി ചെല്ലാനൊക്കത്തില്ല. അതൊക്കെ ചിലർക്ക് മാത്രം അങ്ങ് ഡോക്ടറുടെ അടുക്ക ചെന്ന് വിവരമൊക്കെ പറയുമ്പോൾ ഡോക്ടറിലെ കുടലുണ്ടല്ലോ വെക്കുന്ന, അതിന്റെ പേരെന്നെ ഞാൻ പറഞ്ഞാൽ തെറ്റും, ഞാനങ്ങ് കുടലെന്ന് പറയാം, ഞാൻ പറഞ്ഞാൽ തെറ്റും, വെറുതെ ഇല്ലേ. പോട്ടെ. എല്ലാം വെച്ച് അവർ പരിശോധിക്കും. എന്നാൽ അധസ്ഥിതനാകുന്ന അധകൃതനാകുന്ന താഴേക്കിടയിൽപ്പെട്ട ഒരുവന് ഡോക്ടറുടെ ഡോക്ടർ എന്നല്ല, അപ്പോത്തിക്കിരി എന്നാ പറയുന്നത്. അടുത്ത് എല്ലാനൊക്കത്തില്ല, അതൊക്കെ അങ്ങ് ദൂരെ മാറുന്നതാണ്. അപ്പം അപ്പോത്തിക്കിരി വന്നിങ്ങനെ നോക്കുക തരണം ഉണ്ടെന്ന്. അതിനെല്ലാം കൂടെ മുഴുത്ത കുപ്പിക്കാത്തിന്ന് വേറെ കമ്പൗണ്ടർ ഇവിടെ ഒഴിച്ചു കൊടുത്ത് വിടാതെ. ചിലത് യാകും, ചിലത് എവർക്കൂടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഗവൺമെന്റ് ആരംഭകാലത്തൊക്കെ എവർക്കൂടെ നല്ല മരുന്ന് കൊടുക്കാനൊക്കെയാ കൊടുത്തത്. അത് ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മരുന്ന് കൊടുക്കുകയല്ല, മരുന്നുമാർ വേറെ വഴി കൂടെ വിൽക്കും. ഇപ്പോഴല്ല. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ പണ്ടൊരു പാട്ടെഴുതി, ആതുരശാലയെ പറ്റി. പണ്ട് ഇല്ലേ ആ പാട്ട് പാടിയിട്ടുണ്ട്. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചപ്പാടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചപ്പാടുന്നു. ഒട്ടു കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചുരുത്തി, ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ദൂരാജ നമുക്ക് ഇവർക്ക് പാട്ട് അറിയാൻ മേലതാണ്, ഇടയ്ക്ക് ഒരു ചെറിയ നൃത്തമൊക്കെ ഉള്ളതാണ്, കുഴപ്പമില്ല. നമ്മളൊരു 3-4 രോഗത്തിനാകുമ്പം വരുന്ന ദിവസം അങ്ങനെ ആട്ടെ. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചപ്പാടുകളെ കുത്തിടുന്നു. ഒട്ടു
കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു സർക്കാർ ആശുപത്രികൾ. ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതിവരും ആകുലം തീർപ്പാൻ എന്തു വഴി സർക്കാർ ആശുപത്രികൾ. ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതിവരും ആകുലം തീർപ്പാൻ എന്തു വഴി. അടുത്ത വരി പാടുന്നില്ല, പ്രശ്നമാകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഇരുണ്ട ഒരു കാലം അന്ധകാരമാണ്. വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല, സംസ്കൃതം മിണ്ടിപ്പോകരുത്, അതൊക്കെ അവർ പറഞ്ഞോളും. നമ്മളാരും സംസ്കൃതം ഒന്നും ഒരു അക്ഷരം പോലും, എന്നാൽ അവർ പറഞ്ഞത് ഇത് ദേവഭാഷയാണ്, അത് നമ്മളാരും മിണ്ടാനൊക്കത്തില്ല. ദേവഭാഷ ഞാനിപ്പോൾ പറയാണ്ട് ദേവഭാഷ മിണ്ടരുതെന്നും പറഞ്ഞ് നടന്ന പുള്ളിക്കാരിപ്പോൾ പലരും മിണ്ടുന്നില്ല. നമ്മൾ എന്നാലും സ്വർഗത്തിലെ ഭാഷ പറയാൻ ദൈവം കൃപ നൽകും. അമാർക്കിപ്പോൾ അത് പിടികിട്ടുന്നുമില്ല, പറയാനും ഒക്കുന്നില്ല. നമുക്ക് ഇത് പറയാൻ ദൈവം കൃപ തരുന്നല്ലോ. അപ്പൊ അന്ധകാര നിബിഡമായ ഒരു ലോകം, അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. മാടിനോട് ചേർത്ത് മനുഷ്യനെ വെച്ച് കണ്ട ഒഴിവായിരുന്നു. അപ്പുറേ മാടും ഇപ്പുറേ മനുഷ്യനും. ഇന്നാളെ ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഒരു സായിപ്പ് കുതിരവണ്ടിയെ പോയപ്പോഴാ ഇങ്ങനെ സായിപ്പ് വണ്ടിയെ ഇങ്ങനെ പോകുമ്പം കണ്ടത്തിലോട്ട് നോക്കിയപ്പം ഇവിടെ കാളയും ഇപ്പുറേ ഒരു മനുഷ്യനും. കണ്ട ഒഴുക വിവരിക്കുന്നില്ല. സായിപ്പ വണ്ടി നിർത്തി ആ മനുഷ്യനെ ഇനി വിളിക്കാൻ പറഞ്ഞു. ഇന്ന് സായിപ്പന്മാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സായിപ്പനോട് കയറി കൊമ്പ് കോർത്ത അന്ന് പിന്നെ ശരിയാക്കുക. സായിപ്പ അവനെ ഇനി വിളിച്ചു, ബംഗ്ലാവിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ കൊടുത്ത് അക്ഷരമൊക്കെ പഠിപ്പിച്ച് ആളിനെ മിടുക്കനാക്കി. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അടിമ കമ്പോളങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം അന്ധകാര നിബിഡമായ ഒരു അന്തരീക്ഷമായി കേരളത്തിലെ. നവോത്ഥാന നായകന്മാരൊക്കെ എഴുന്നേറ്റ് ഇതിന്റെ ചുവട് പിടിച്ച സുവിശേഷത്തിന്റെ ചുവട് പിടിച്ചാ പലരും എഴുന്നേറ്റത്. ഇതിന്റെ എല്ലാം മൂലകാരണം സുവിശേഷം വന്നതാ, സത്യസുവിശേഷം വന്നതാ ഇതിന്റെ എല്ലാം കാരണം. ഇങ്ങനെയുള്ള കാലത്തെ കണ്ടുകൊണ്ടാ പണ്ട് ആശാൻ ഒരു പുസ്തകം എഴുതി, ദുരവസ്ഥ. ഈ അവസ്ഥ കണ്ടുകൊണ്ട് എഴുതിയതാ ദുരവസ്ഥ. സ്കൂളിൽ പഠിച്ചല്ലയോ ദുരവസ്ഥ. ആ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പം ദുരവസ്ഥയാ. ഇതുപോലൊരു ദുരവസ്ഥ. ആശാൻ ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ ആശാൻ. എൻ കുമാരൻ ആശാൻ, തോന്നിക്കല്ലേ. ആശാൻ എഴുതി, മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായുഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ തല്ലകോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പോൾ ജാതി കോമരങ്ങൾ കലതുള്ളിയ കാലം, പള്ളിക്കുടുത്തി കയറ്റാത്ത കാലം, വസ്ത്രം ധരിക്കുവാൻ അനുവദിക്കാത്ത കാലം, ഒന്നിച്ചൊരു പന്തിക്ക് ഇരിക്കുവാനും പോകുവാനും വരുവാനും ഒന്നും പറ്റാത്തൊരു കാലം വിവരിക്കുന്നില്ല. അടിമകൾ ധാരാളമുള്ള കാലം, അടിമ കമ്പോളങ്ങൾ വരെയുള്ള കാലം. ഇങ്ങനെ അന്ധകാര നിബിഡമായ ഈ കാലത്തിന് മാറ്റം വരുത്തിയത് ദിവ്യ വെളിച്ചമാകുന്ന ഈ സുവിശേഷം വന്നതാണ്. അത് ദൈവമക്കൾ എവിടെയും ഉച്ചസ്ഥരം ഘോഷിച്ചോണം. സുവിശേഷമാണ് സാക്ഷാൽ വെളിച്ചം, ദിവ്യ വെളിച്ചമാ സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്.
രാജ്യങ്ങളുടെ അന്ധകാരം മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. എവിടെ സുവിശേഷം ഉയർത്തപ്പെടും അവിടെ അനുഗ്രഹവും വെട്ടവും വെളിച്ചവും ഉണ്ടാകും. മനുഷ്യനെ കൊന്നു തിന്നുന്ന തല ഉണ്ടായിരുന്നല്ലോ, സുവിശേഷം ചെന്നതാ. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ആരംഭ സമയത്ത് എബ്രായ വിശ്വാസികൾ തീഷ്ണതയുള്ളവരാ. അതാണ് 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് സാരം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വന്നു. യേശുവിനെ അവൻ വസിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തിന് ഇടം കൊടുത്തു. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ മാമൂല് കൊണ്ടോ പാരമ്പര്യം കൊണ്ടൊന്നും ഒരുവൻ രക്ഷിക്കപ്പെടത്തില്ലെന്നാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെയാ. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. സ്തോത്രം. അതാണ് ആ ദിവ്യ വെളിച്ചം. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടുകാളുകളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പൊ ആരംഭകാലം ഇവർ ഈ മാർഗത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നതാ. നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയും കഷ്ടങ്ങൾ. ഒരു കാര്യം ഇടയ്ക്ക് കയറി പറയാം, യേശുവിനെ അറിഞ്ഞാൽ കഷ്ടമെല്ലാം മാറുമെന്ന് ചിന്തിക്കരുത്. ഈ മാർഗത്തിൽ വരുമ്പോൾ കഷ്ടത എൻ്റെ അഭിപ്രായം അല്പം കൂടെ കൂടുകയുള്ളൂ. കുറച്ചുകൂടെ കൂടും. പക്ഷെ അതിന്റെ നടുവിലും ദൈവം തന്നെ നടത്തുന്നു. കർത്താവ് തിരുവായി മൊഴിഞ്ഞല്ലോ, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടോണമെന്ന്. അതെ. അപ്പൊ ഈ നിന്ദകളും അപമാനവും കഷ്ടതയും, പക്ഷെ അതെല്ലാം ഇവര് സന്തോഷത്തോടെ സഹിച്ചു. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പൊ ആരംഭകാലം ഈ കഷ്ടങ്ങളിൽ പോരാട്ടം കഴിച്ചു നിന്നവരാ. മാത്രമല്ല ഇവര് ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നു, ഉണ്മയോടെ കർത്താവിനെ സേവിച്ചു. മാത്രമല്ല ദൈവദാസന്മാരെ മാനിക്കുവാനും ബഹുമാനിക്കാനും മുൻപന്തി നിന്നവരാ. അതാണ് 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്ന് വായിച്ചേ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയ രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്തത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ കർത്താവിനെയും കർത്താവിന്റെ വേലക്കാരെയും കർത്തൃ ശുശ്രൂഷകളെയും ഈ സുവിശേഷത്തെ നന്നായി സ്നേഹിച്ചവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ഞാനിത് പറയണ്ട, നിങ്ങൾ പലരും അനുഭവസ്ഥരാ. പണ്ട് കാലത്തൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ പലരും അനുഭവസ്ഥരാ. പിള്ളേർക്ക് പോലും കൊടുത്തില്ലെങ്കിലും സുവിശേഷ വേലക്കാരെ മാനിക്കുമായിരുന്നു. പണ്ടൊക്കെ ഉപദേശിമാരും നടന്നും ക്ഷീണിച്ചുമൊക്കെ വണ്ടിയൊന്നും ഇല്ലല്ലോ, എല്ലാം നടന്ന പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ച് ലേഖിലേഖം കൊടുത്ത് പരസ്യയോഗം നടത്തി. ഇതൊന്നും ആരും അറിഞ്ഞില്ല. ഒരു ദൈവത്തെ മാനിച്ചങ്ങ് ചെയ്തതാണ്. അങ്ങനെയൊക്കെ ക്ഷീണിച്ച് ചിലപ്പോൾ ഒരു ദേശത്ത് ഒരു വീടായിരിക്കും വിശ്വാസികളുടെ വീട്. അവിടെ ചെല്ലുമ്പം അന്നൊക്കെ അവരെ നന്നായിട്ട് മാനിച്ചു. പഴയ അമ്മമാരും അങ്ങനെ. സാമ്പത്തിക പരാധീനതയാ അന്ന്, ബുദ്ധിമുട്ടുള്ള കാലമാണ്. പഴയ ആൾക്കാർക്കറിയാം, നിങ്ങൾ അനുഭവസ്ഥരാ. ചിലപ്പോൾ കോഴി ഇടുന്ന മുട്ടയായിരിക്കും, അത് പാത്ത് വെക്കും, പിള്ളേർക്ക് പോലും കൊടുക്കുകയില്ല. പിള്ളേർ ചിലപ്പം പെരക്കി വിറ്റുമൊക്കെ നടക്കുക കോഴി കൊക്കുന്ന കണ്ടോണ്ട്. എന്നാലും അമ്മ പറയും കോഴിയെ ചുമ്മാ കൊക്കുക എന്ന് പറയും. മുട്ടയെടുത്ത് പാത്ത് വെക്കും. എന്നിട്ട് ഉപദേശിമാരൊക്കെ ദൈവമക്കളൊക്കെ വരുമ്പോൾ ആ മുട്ടയും പിഴുങ്ങി, അന്നൊക്കെ വേറെ ഭക്ഷണം അധികമില്ല, കട്ടൻ കാപ്പി, മുട്ടയും കട്ടനും, പഞ്ചസാര ഒന്നും ഇല്ല. ഇപ്പം പിന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ പഞ്ചസാര ഉണ്ട്. വിൽക്കാനുള്ള പരുവത്തിനാണ് എല്ലാവരും നടക്കുന്നത്. അങ്ങന്മാര് 7 കിലോ വേണേ തരാം, ഇന്ന് നോക്കിയപ്പോൾ ഇച്ചിരി കൂടുതലാണ്. അന്ന് ഇത് കുറവാ. അപ്പൊ ഈ മുട്ടയും കട്ടനും ഒക്കെ കൊടുക്കും. ഇന്ന് ഞാൻ സഹിതം ഉപദേശിമാർ വന്ന മുട്ട കൊണ്ടുവച്ച, ഇതാണ് മുട്ട. മുട്ട നല്ല ഷേപ്പാ, പക്ഷെ കഴിക്കാൻ മേല. പിന്നെ ചിലര് താല്പര്യം കൊണ്ട് കഴിച്ചാലും എൻ്റെ അകത്തെ ആ ഇതെന്തുവാ, മഞ്ഞക്കരു ഉണ്ണി വേണ്ട. പിന്നെ വെള്ള. ഞാൻ കുറ്റമല്ലേ പറയുന്നത്.
അപ്പൊ ആരംഭകാലത്ത് ഇങ്ങനെയൊക്കെ ദൈവമക്കളെയും ദൈവദാസന്മാരെ ആദരിച്ച് ശുശ്രൂഷിച്ചവരാ. പഴയ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് കാണുകയില്ല, അറിയിക്കുകയില്ല, ആ പറ്റും വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. എന്നാലും അവരെല്ലാം സുവിശേഷത്തെ സ്നേഹിച്ചു. ദൈവം അത് മറന്നു കളഞ്ഞില്ല, ദൈവം അത് മറന്നു കളയത്തുമില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ വായിച്ചത്, അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ ആമേൻ വളരെ തീഷ്ണതയോടെ നിന്നവരാ. നമ്മളും ആരംഭകാലത്തൊക്കെ ഇറങ്ങിയ സമയത്ത് പലരും എന്തോ തീഷ്ണതയാ. അന്ന് 5 മിനിറ്റ് കിട്ടിയ ആത്മാവിൽ ബലപ്പെടും, 10 മിനിറ്റ് കിട്ടിയ പ്രാർത്ഥിച്ച് ശക്തിപ്പെടും. ഇന്ന് 10 മിനിറ്റ് അല്ല, എത്രയോ മിനിറ്റാ നമ്മൾ ഇത് മാന്താനും തോണ്ടാനും കാണാനും എന്ത് വേണ്ട സമയമാണ്. ചില രാത്രി ആയാലും അടങ്ങുകയില്ല, കണ്ട് 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 അങ്ങ് നെഞ്ചത്തോട്ട് വീണത്. ഫുട്ബോൾ കളിയുടെ സമയത്തൊക്കെ അങ്ങ് കാണുക. സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എത്രയോ പ്രിയപ്പെട്ടവര് ജയിക്കണേ അല്ലേ, ആത്മാക്കൾ വിടുവിക്കപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. ആട്ടാ, ഞാൻ എതിർക്കുന്നൊന്നുമില്ല, ഉടക്കുണ്ടാക്കാൻ വന്നതല്ല. അപ്പൊ ഇത് ആരംഭകാലത്ത് ഇവരെല്ലാം തീഷ്ണതയോടെ നിന്നു. എന്നാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണമുണ്ടായി, ക്ഷീണിച്ചു എബ്രായ വിശ്വാസികൾ. ഇവരാ യെരൂശലേം പള്ളി വിട്ടു വന്നവരാ, ആചാരങ്ങൾ വിട്ടു വന്നവരാ, അനുഷ്ഠാനങ്ങൾ വിട്ടു വന്നവരാ. സ്ഥാനാപേക്ഷ വിഭൂഷിതരായി നിന്ന മഹാപുരോഹിതന്മാർ സ്ഥാനചിഹ്നങ്ങളൊക്കെ ധരിച്ചവരാ. അവരെയൊക്കെ വിട്ടേച്ചായി ഇറങ്ങി വന്നത്. യെരൂശലേം പള്ളി, തലകെടുപ്പോടെ നിൽക്കുന്ന മുന്തിയ പള്ളി, വലിയ പള്ളി, അതെല്ലാം വിട്ടേച്ചായി ഇറങ്ങിയത്. മഹാപുരോഹിതൻ, പിന്നെ പുരോഹിത വൃന്ദങ്ങൾ കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. യഹൂദന്മാര് ഇവർ ജാതിയിൽ ശ്രേഷ്ഠരാ, ഇവർക്കൊത്തിരി വിശേഷതയുള്ളവരാ, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം വിട്ടേച്ച് ഇവര് നസ്രായന്റെ പുറകെ ഇറങ്ങി. നസ്രായന്റെ പുറകെ ഇവരിറങ്ങി. അപ്പൊ ആ ഇറങ്ങിയ സമയത്ത് നല്ല തീഷ്ണതയോടെ നിന്നവരാ. അതാണ് നമ്മൾ 2 വാക്യത്തിൽ വായിച്ചത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല, മാത്രമല്ല കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പൊ ആരംഭകാലത്ത് ഇത് വിട്ടിറങ്ങിയ കാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നു. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, ഒരു ക്ഷീണം. വിട്ടുപോകുന്നത് അബദ്ധമായോ? യെരൂശലേം പള്ളി വിട്ടത് അബദ്ധമായോ? മഹാപുരോഹിതനെയൊക്കെ മാറ്റി നിർത്തിയ ചിറങ്ങിപ്പോകുന്നത് മണ്ടത്തരമാണോ? പുരോഹിത വൃന്ദങ്ങളോട് ഇപ്പം ഇടപെടാതെ മാറി നിൽക്കുന്നത് മണ്ടത്തരമായോ? ആ പള്ളിയും ആ ചുറ്റുപാടുമെല്ലാം വിട്ടേച്ച് കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ പള്ളിക്കകത്തുണ്ട്. മിക്കതും സ്വർണത്തിന്റെയും തങ്കത്തിന്റെയും ആ ഉപകരണങ്ങളും അത് പൊതിയപ്പെട്ടതും പണിയപ്പെട്ടതുമാണ്. അപ്പൊ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഇതെല്ലാം വിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അബദ്ധമായോ എന്ന് ചിന്ത ഇവരുടെ അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചതിന് 2 വാക്യമാണ് സാധാരണ തെളിവായിട്ട് എടുത്ത് പറയാനുള്ളത്. വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 6-ന്റെ 12 വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അങ്ങനല്ലേ? എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക. അപ്പൊ മന്ദതയുള്ളവരാകാതെ. അപ്പൊ ഒരു മന്ദതയായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും ഒരു ചെറിയ മന്ദതയെല്ലാം നീക്കുക, നിന്നടിയാരിൽ തന്നാരു നല്ലുണർച്ചയെ വന്നിടും ഒരു ക്ഷീണം നിദ്ര മയക്കമിവ ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുക ആത്മശക്തി. വന്നിടും ഒരു ക്ഷീണം നിദ്ര മയക്കമിവ ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുക ആത്മശക്തി. ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാ. അപ്പോൾ ഇവരെ ക്ഷീണിച്ചതിന് തെളിവാണ് മന്ദത. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. അപ്പൊ 6-ന്റെ 12 മന്ദത. 12-ാം അധ്യായത്തിന്റെ 12 വായിക്കുന്നത് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ഈ 2 വാക്യത്തിൽ ഇവർ ക്ഷീണിച്ചെന്ന് തെളിഞ്ഞു. തളർച്ചയും മന്ദതയും ക്ഷീണവും.
ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് പിന്മാറിപ്പോയ വിശ്വാസത്തിൽ പുറകോട്ട് പോയവരോടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ പുറകോട്ട് പോകരുത്, അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്തു വരണം. ആമേൻ. ഈ പെന്തിക്കോസിനകത്താണെങ്കിലും പലരും അകന്നാണ് നിൽക്കുന്നത്. ആരാധനയ്ക്ക് വരുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്, കൂട്ടായ്മയിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് പലരും ദൈവത്തോട് അകന്ന് നിൽക്കുക. അപ്പൊ അകന്ന് നിൽക്കുന്നവരോടാ പൗലോസ് പറഞ്ഞത് അടുത്തു വരാൻ. ഇനി അധികം വിവരിക്കുന്നില്ല, സമയത്തെ കൂടെ ഭയപ്പെടുന്നു. ഒരു അല്പം മിനിറ്റ് കൂടെ എടുത്തോട്ടെ. അപ്പോൾ അകന്നു നിൽക്കുന്നവരോട് പറയുകയാണ് അടുത്തു വരാൻ. ഇവര് അകന്നു പോകാൻ കാരണം, ആ ഭാഗത്ത് 2 കാരണമാണ് എഴുതിയേക്കുന്നത്. ഒന്ന്, ദുർമനസാക്ഷി. നല്ല മനസാക്ഷി ഇല്ല, അത് പോയി. ഈ ദുർമനസാക്ഷി ആയതുകൊണ്ട് എന്തൊരു വേദനും ഇവര് കൂട്ടു നിൽക്കും. ദുർമനസാക്ഷി. 2, ഒരു നല്ല ഹൃദയമില്ല, ശുദ്ധ ഹൃദയം. പ്രയോഗം വരാൻ കാര്യം നല്ല ഹൃദയം ഇല്ല. ഈ 2 കാരണത്താൽ ഇവരെ അകന്നു പോയി. ഒന്ന്, മനസാക്ഷി നല്ലതല്ല, എന്തും പ്രവർത്തിക്കും, എന്തും ചെയ്യും, എന്തും പറയും, ഒരു മടിയില്ല. പോഷ്ക്ക് പറയുവാനും പ്രവർത്തിപ്പാനും കേൾക്കുവാനും മടിയില്ലാത്ത കാലം. ഹൃദയം ശരിയല്ല. ഹൃദയം എല്ലാത്തിനേക്കാളും കപടമുള്ളതാ. അത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാണ്. എൻ്റെ ഹൃദയത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്ന എനിക്കും അറിയത്തില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിരിക്കുന്ന അറിയുന്നത് ദൈവമാണ്. നല്ലൊരു ഹൃദയമില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പെന്തിക്കോസുകാരി പലർക്കും ഹൃദയമില്ല. അതിന്റെ കാരണം കൂടെ പറയാം. ഹൃദയം കർത്താവിന് കൊടുത്തു, ഹൃദയമില്ല. ചെല്ലുപള്ളത്തിൽ ഞാൻ 82 എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്ത. പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല, കൊരങ്ങച്ചൻ പറഞ്ഞല്ലോ, പുഴയുടെ നടുക്ക് വന്നപ്പം മുതലയോട് പഠിച്ചല്ലേ, ഇവിടെ ആ പാഠം വിടില്ലായിരുന്നു. ആണാ മുതലയുടെ പുറത്ത് കയറി പുഴയ്ക്ക് അക്കല്ലോട്ട് പോയപ്പോഴാ ചോദിച്ചത്, എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? ഹൃദയം. അയ്യോടി, അന്ന് പിന്നെ ഇറങ്ങിയപ്പോൾ പറയണ്ട, ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം അങ്ങനെ കൊണ്ടുപോകുകയില്ല, അത് അത്തിമരത്തെ വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ തുടക്കത്തിലേ പറയണ്ടേ ഹൃദയം വേണമെന്ന്. ഉടനെ മുതല പറഞ്ഞ്, വെള്ളത്തിൽ കിടക്കുന്ന ജീവിയല്ലേ, മുതല പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയി എടുത്തോണ്ട് വരാം. എന്നാൽ തിരിച്ചു വിടാം. മുതല നേരെ അത്തിമരത്തിൻ്റെ കീഴ് നമുക്ക് കുഴങ്ങൻ ചാടി നമുക്ക് നല്ല ഹൃദയമായിരിക്കണം. ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നവനാ. ഞാൻ നിങ്ങളെയെല്ലാം പുറമേ നോക്കി വിധിക്കുമ്പോൾ, പുറമേ നോക്കി അഭിപ്രായം പറയുമ്പോൾ, സർവജ്ഞനായ ദൈവം എൻ്റെയും നിങ്ങളുടെ ഹൃദയം നോക്കുന്നവനാ. അവിടുത്തെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാ. അപ്പൊ 2 കാരണത്താൽ ഇവരാകുന്നു. ഒന്ന്, ദുർമനസാക്ഷി. 2, ഒരു നല്ല ഹൃദയമില്ല. ഞാൻ ഓടിച്ചങ്ങ് അവസാനിപ്പിക്കാം. 2 കാരണത്താൽ ഇവരെ അകന്നു പോയി. ഈ അകന്നു പോയവരോട് പൗലോസ് പറയുകയാ, നിങ്ങൾ അടുത്തു വരണം. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ പറയുന്നത് നിങ്ങൾ അടുത്തു വരാൻ. എടുത്ത് വായിപ്പിക്കുന്നില്ല ആ ഭാഗത്ത്. 3 കാര്യം. ഒന്ന്, നിങ്ങൾ അടുത്തു വരണം. കാരണം യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്കൊരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്തു വാ. സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, ഇത് പെന്തിക്കോസുകാരൊരുക്കിയ വഴിയല്ല. മാർത്തോമക്കാര്, യാക്കോബക്കാര്, കത്തോലിക്കര്, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടനും ഒരു സഭക്കാരും ഒരുക്കിയ വഴിയല്ല. ഇത് യേശു ക്രിസ്തു അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തി. സ്തോത്രം. അല്ലാതെ വേണ്ട. സ്തോത്രം. പെന്തിക്കോസുകാരൊരുക്കിയ വഴിയല്ല. പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒരുക്കിയ വഴിയാ. നമുക്ക് അങ്ങോട്ട് പോകാം. പെന്തിക്കോസുകാരുടെ ഒക്കെ വഴിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പെന്തിക്കോസുകാരൊക്കെ വഴിയാണോ? പെന്തിക്കോസുകാരെ വഴി ഒരുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ എല്ലാം കൂടി ആ വഴി കൂടെ ഇല്ലേ? നിങ്ങൾ പറ, എവിടെ പോന്നു? നമ്മുടെ വഴി. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെ നേരത്തെ താമസിച്ച വീട്ടിൽ അപ്പുറം ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പ്രായമുള്ള അമ്മച്ചിയാണ്. ആ അമ്മച്ചി
ഈ ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഭാഷയാ, വീടിൻ്റെ ചായ്പിനകത്താ ചാർത്തെന്ന് പറയും. തായ്പര കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ എന്നാ പറയുന്നത്? ഇവിടെ എല്ലാം അങ്ങ് വാർക്ക കെട്ടിടവാ. അത് ആദ്യം പറഞ്ഞിരുന്ന ഇത്രയും സമയം പോകുമായിരുന്നു. ചായ്പ്. അപ്പം അമ്മച്ചി ഈ ചായ്പിലാണ് താമസിക്കുന്നത്. മരുമകൾക്കും കോഴിയുണ്ട്, അമ്മയ്ക്കും കോഴിയുണ്ട്. എൻ്റെ കുഞ്ഞുനാളില്ല. അമ്മ ഒരു 10-30 കോഴിയുണ്ട്, മരുമകൾക്കും ഒരു 10-35-40 കോഴിയുണ്ട്. അപ്പൊ അമ്മ രാവിലെ അമ്മയുടെ റേഷൻ കാർഡിന് ഗോതമ്പ് അരിയൊക്കെ കിട്ടും, അത് കോഴിക്കാം. അപ്പൊ അമ്മ രാവിലെ ഇതുമായിട്ട് മാതലിന്റെ അവിടെ വന്ന് ബാ 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 ബാ, കോഴിക്കറിയാം ഇത് അമ്മയുടെ കോഴിയാ മരുമകളുടെ കോഴിയാണ്. കോഴിയെല്ലാം കൊണ്ട് വരുമ്പം ഈ അമ്മ ചെയ്യുന്ന പരിപാടി ബാ ബാ ബാ, മരുമകടതാ എന്താ അമ്മയുടെ കോഴിയെല്ലാം ചാർത്തിനകത്തോട്ട് കയറ്റി മരുമകളുടെ കോഴിയെല്ലാം പരമ്പരത്തോട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പെന്തിക്കോസുകാരോ യാക്കോബക്കാരോ ഓർത്തഡോക്സുകാരോ റീത്തോ മലങ്കരയോ അത് ഒന്നാണല്ലോ. CMSO CSIയോ സാൽവേഷൻ ആർമിയോ ബ്രദറുകാരോ TPM-കാരോ ആയിക്കോട്ടെ, ഇവാഞ്ചലിക്കലോ ഏത് സഭക്കാരാണെങ്കിലും വഴി ഒരുക്കിയാൽ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ആ വഴിയിൽ കൂടെ കയറ്റും. എന്നാൽ ഈ വഴി ഭൂമിയിലുള്ള ഒരു സഭക്കാരും ഒരുക്കിയ വഴിയല്ല. അഖിലാണ്ടങ്ങളുടെ ഉടയവനാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ, മനുഷ്യവർഗത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തി ഒരിക്കൽ പുത്തൻ വഴിയാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, അകന്നു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട, ദൂരെ നിൽക്കണ്ട, ധൈര്യത്തോടെ അടുത്തു വാ. ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക, ഒരു പുതിയ പ്ലാൻ നിനക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുക. അത് അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി, നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു, നമുക്ക് വേണ്ടി അവിടുത്തെ ഭൂമിയിൽ നുറുക്കപ്പെട്ടല്ലോ. ഇന്ന് രാത്രി അവിടുത്തെ തിരുശരീരം നമുക്കായി തകർത്തത് കൊണ്ട് ഒരു പുത്തൻ വഴി ഒരുങ്ങിയിട്ടുണ്ട്. അറച്ചു നിൽക്കരുത്, മടിച്ചു. അതും ഇത് നോക്കിയാൽ നമുക്ക് വരാൻ ഒക്കത്തില്ല. അവരെ നോക്കി ഇവരെ നോക്കി അപ്പറെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യത പോകും. സ്തോത്രം. കർത്താവ് പറഞ്ഞത് നിക്കട്ടെ, ഇപ്പൊ കള പറിച്ചാൽ നെല്ലിനും കേടാണ്, അവിടെ നിൽക്കട്ടെ. ഒടുവിൽ വീശുമറവുമായിട്ട് ഒരുവൻ ഇറങ്ങുന്നുണ്ട്. അവൻ എന്ത് കളത്തെ മുറ്റും വെടിപ്പാക്കും. ഉപദേശ വിഷയമാണെങ്കിലും ഞങ്ങൾ എപ്പോഴും പാടുന്ന പാട്ടാ, ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗമാണിടുക. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗമാണിടുവാൻ. പുതുയുഗ പുലരിയും പുതുഗാനത്തിൻ ഈരടികൾക്കാറായി, പുതുയുഗ പുലരിയും പുതുഗാനത്തിൻ ഈരടികൾക്കാറായി, ഈരടികൾക്കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചേച്ച് പറഞ്ഞ് അടുത്തു വരാൻ. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ടവൻ യേശുവിന് വിഷയമല്ല. കാശുള്ളവൻ കാശില്ലാത്തവൻ വിഷയമല്ല. കറുത്തവൻ വെളുത്തവൻ യേശുവിന് വിഷയമല്ല. ദരിദ്രൻ അല്ലെങ്കിൽ സമ്പന്നൻ വിഷയമല്ല. പണ്ഡിതനോ പാമരൻ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ഇന്ന് രാത്രി അടുത്തു വാ. ഒരു സഭക്കാരും ഒരുക്കിയ വഴിയല്ല, ഒരു വ്യക്തികളും ഒരുക്കിയ വഴിയല്ല, ഒരു സംഘടന ഒരുക്കിയ വഴിയല്ല. അവിടുത്തെ തിരശീല, ദേഹമെന്ന തിരശീല തകർത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയ പുത്താൻ വഴി. ഇന്ന് രാത്രി ധൈര്യത്തോടെ വാ. ഞാൻ ഏതാനും നിമിഷം കൊണ്ട് എൻ്റെ വാക്ക് നിർത്താം. കാരണം സാഹു പാസ്റ്റർ സ്റ്റേജിലോട്ട് വന്നു, എനിക്ക് സിഗ്നൽ തന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കുറേ നാളായതുകൊണ്ട് ഇതൊക്കെ അത് നല്ലതാണ്. ചില അനുശോചനത്തിനൊക്കെ നിൽക്കുമ്പോൾ അവിടെ അധ്യക്ഷൻ പതുക്കെ വന്ന സൈഡ് നിൽക്കും എന്ന് പറഞ്ഞാൽ നിർത്താനാണ്. മാന്യരായതുകൊണ്ടാണ് ഇടോ ഇരിക്കടോ നീ പറയാത്തത്.
അപ്പം അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അന്നേരം അതിന് മര്യാദ നല്ല കാര്യമാണ് അല്ലേ? ചില അടുത്ത് വന്ന് ഇബ്ബായി പിടിച്ചാൽ പോലെ എന്തിനാണോ ഇബ്ബായി വലിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങ് നിൽക്കുക. 3 കാര്യം ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി അകന്നു നിൽക്കേണ്ട അടുത്ത് വാ. 2, സ്തോത്രം, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി. അതുകൊണ്ട് അടുത്ത് വാ. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? രോഗശാന്തി തരുന്ന രക്തമാണ്. എന്താ അവിടുത്തെ രക്തത്തിന്റെ പ്രത്യേകത? പാപമോചനം തരുന്ന രക്തമാണ്. എന്താ അവിടുത്തെ തിരുരക്തത്തിന്റെ പ്രത്യേകത? നിന്നെ ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തമാണ്. ആട്ടുകൊച്ചന്മാരുടെ കാളക്കിടാക്കിന്റെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിന പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിന്നെ യോഗ്യരാക്കി തീർത്തു. അവിടുത്തെ രക്തം സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാണ്. നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുന്ന പരിശുദ്ധ രക്തം. സ്തോത്രം. ഈ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. അകന്നു നിൽക്കരുത്. അടുത്തു വാ. അടുത്തു വാ. ധൈര്യത്തോടെ അടുത്തു വാ. ഒന്ന്, അവിടുത്തെ ദേഹമെന്ന തിരശ്ശീലയിൽ പുത്തൻ വഴി ഒരുക്കി. ആ വഴി കുടിഞ്ഞ് വന്നാൽ മതി, വേറെ വഴിയിലൊന്നും പോകണ്ട. 2, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ധൈര്യത്തോടെ വാ. 3, എടുത്ത് വായിപ്പിക്കുന്നില്ല. 3-ാമത്തെ കാര്യം അവിടെ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തുവാ പക്ഷപാതം? പക്ഷപാതം എന്ന് പറഞ്ഞാൽ വല്ല വാദമുണ്ട് പലത്, വെട്ടുവാദം, ആമവാദം, പിള്ളവാദം, ചുടുവാദം, രക്തം. അതല്ല. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നു. പക്ഷപാതം പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? ഉറക്കെ പറ. നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനാണ് നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? ഇതൊക്കെ നിന്ന് പറയേണ്ടത് അങ്ങ് നിർത്തുക. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? എന്റെയും നിങ്ങളുടെയും പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എന്റെയും നിന്റെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അവനെ പറ്റി പുസ്തകം കൊടുത്തിരിക്കുന്ന പല പേരുകളിൽ ഒരു പേര് അപവാദി എന്നാണ്. അവന്റെ തൊഴിലതാ. എന്തുവാ? പുള്ളിയുടെ തൊഴിലതാ അപവാദം. ഈ അപവാദിയാകുന്ന പിശാച് എനിക്ക് നിങ്ങൾക്ക് വിരോധമായി അപവാദം പറയുമ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്ത് വാ. എല്ലാവരും ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ. എൻ്റെ വാക്ക് ഇവിടെ നിർത്തുകയാ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നല്ല കർത്താവ്. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ എല്ലാവരും ചേർന്ന് ശാന്തമായിട്ട് പാടണം. അത് കഴിഞ്ഞ് എവര് ചിലപ്പോൾ പാട്ട് സെലക്ട് ചെയ്ത് കാണും, അവരത് പിന്നെ പാടും. ഞങ്ങൾ 2 ആയതുകൊണ്ട്. കാരണം പാട്ടില്ലേ, നമ്മൾ പാടുന്ന പാട്ട് പഴയ പാട്ടുകളാണ്, ഇവരും നല്ല പാട്ടാ, അത് പുതിയ പാട്ടുകൾ. അപ്പോൾ അവർ ചിലപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാനത് ഒടുവിൽ കയറി പാടിയാൽ പിന്നെ എന്നോട് പറയത്തില്ലെങ്കിലും പോയി കഴിയും പറയും, കല്ലേലും ഉള്ളതാ ലാസ്റ്റ് കയറി ഒരു കലക്ക്. അത് വേണ്ട. അപ്പം ഇപ്പം ഞാനൊരു പാട്ട് പാടും, അത് ശാന്തമായിട്ട് വിഷയത്തോട് ബന്ധപ്പെട്ട്. അവരതിന് ശേഷം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരും പാടും. എന്തായാലും 2 പാട്ടിനെ നിങ്ങളെല്ലാം സഹകരിക്കണം. എന്നാൽ പാസ്റ്റ് പാടി ഞങ്ങളും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുത്. അത് നിങ്ങൾ പാടുമ്പോഴും ഇരുന്ന് പാടിക്കണം. അപ്പം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ്. പക്ഷപാതം പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആര്? യേശു ക്രിസ്തു. ആരുടെ പക്ഷം? എൻ്റെ നിങ്ങളുടെ പക്ഷം. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നത്? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അതാരാ? അപവാദിയാകുന്ന പിശാച്. അവൻ അപമാനം പറഞ്ഞ് വാദിക്കുമ്പോൾ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും.
അതല്ലേ പാട്ടുകാരൻ പാടിയത്. താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ. ചേർന്ന് പാട്. ഞങ്ങളെ ഈ ഉപദേശിമാരെല്ലാരെ കൊണ്ട് പാടിപ്പിക്കും. ഞങ്ങൾ അങ്ങനെ ഉണ്ട്. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ. അപ്പൊ അത് നടക്കുകയല്ല. നമ്മക്കെല്ലാം കൂടെ ചേർന്ന് എല്ലാവരും അടിച്ച്. നിങ്ങൾക്ക് പാട്ടറിയാമോ? അത് നിങ്ങൾ പിന്നെ പാടിക്കോ. ഞാൻ പാടിയ പാട്ടറിയാവോന്ന്. താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ പക്ഷവാദം ചേർന്ന് പാട്ട്. ഓ താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ പക്ഷവാദം. എന്നോടു ദിനം തോറും നടത്തുന്ന പൊന്നി നനന്ദ വന്ദനമേ പൊന്നീട. ഓ കുറ്റം കൂടാതെ എന്നെ തേജസി മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ. ഓ കുറ്റം കൂടാതെ എന്നെ തേജസി മുൻപാകെ മുറ്റും നിറുത്താൻ. ഓ എന്നെ മുറ്റും നിറുത്താൻ കഴിയും. ഓ താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ പക്ഷവാദം. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വരിക. കൃപാസനത്തിന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക്. 3 കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. 1, അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി അടുത്തു വാ. 2, അവിടുത്തെ പരിശുദ്ധ രക്തം ഇന്നും വ്യാപരിക്കുന്നു, അടുത്തു വാ. 3, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്, അടുത്തു വാ. ഇന്ന് രാത്രി ഈ വിധത്തിൽ ദൈവത്തോടും ദൈവസഭയോടും ദൈവിക കൂട്ടായ്മയോടും അടുത്തു ചെല്ലുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, വാക്കുകൊണ്ടും ഭക്തി കൊണ്ടും ചിന്ത കൊണ്ടും ഇടപാട് കൊണ്ടും സമീപനം കൊണ്ടുമൊക്കെ ദൈവസഭയോടും കൂട്ടായ്മയോടും ദൈവത്തോടും അകന്നു പോയി ഇന്ന് രാത്രി എളിയവൻ അടുത്തു വരികയാ, എളിയവൾ അടുത്തു വരികയാ. അവിടുന്ന് എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വിധത്തിൽ സമർപ്പിച്ചവരെ ദൈവം ആശീർവദിക്കട്ടെ. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. ആ സത്യദൈവത്തെ ഭജിക്കുവാൻ ഏവർക്കും കൃപ നൽകട്ടെ. ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയും അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയും ഇവിടെ നിൽക്കുന്നത്. ഇനി മുൻപോട്ടും അനാവശ്യമാണ്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.